കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇഡി നോട്ടീസിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്. 30 ദിവസത്തിനുള്ളിൽ മുഖ്യമന്ത്രി മറുപടി നൽകണം. മറുപടി നൽകിയില്ലെങ്കിൽ എതിർകക്ഷിയുടെ സാന്നിധ്യത്തിൽ തീരുമാനമെടുക്കുമെന്നും റിപ്പോർട്ടിലുണ്ട്. വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഫെമ ചട്ടം ലംഘിച്ചു എന്നാണ് ഇപ്പോൾ ഇഡി വ്യക്തമാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനുമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് ഈ ഫെമ ലംഘന കേസുമായി ബന്ധപ്പെട്ട് നോട്ടീസ് ലഭിച്ചപ്പോൾ തന്നെ വലിയ തോതിൽ മുഖ്യമന്ത്രിയും അടക്കമുള്ള ആളുകൾ പ്രതിരോധത്തിലായിരുന്നു. അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങൾ, കൂടുതൽ വിശദാംശങ്ങൾ, ഈ നൽകിയിരിക്കുന്ന നോട്ടീസിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. അത് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ആണെങ്കിലും മറ്റു ഉദ്യോഗസ്ഥരാണെങ്കിലും എല്ലാം തന്നെ 30 ദിവസത്തിനകം മറുപടി നൽകണം. അതിന് തയ്യാറായില്ല എങ്കിൽ എതിർകക്ഷികളുടെ വാദം മാത്രം കേട്ടതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കേണ്ടത് വരുന്ന ഒരു നടപടിയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതായത് മറുപടി നൽകാതിരിക്കാൻ കഴിയില്ല, മറുപടിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒളിച്ചോടാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കൃത്യമായ മറുപടി നൽകിയില്ലെങ്കിൽ ആവർത്തിച്ച് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ മറുപടി നൽകുന്നില്ല, വിശദാംശങ്ങൾ നൽകാൻ കഴിയുന്നില്ല എങ്കിൽ അതിന് കൃത്യമായ മറുപടി ഇല്ല എന്ന് കണക്കാക്കി തന്നെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി മുന്നോട്ട് പോവുകയും ചെയ്യും. അടിമുടി വലിയ തോതിലുള്ള ഒരു ക്രമക്കേടുകളും കേന്ദ്ര സർക്കാരിനെ എല്ലാം മറികടന്നുള്ള നീക്കങ്ങളും എല്ലാമാണ് കിഫ്ബി മസാല ബോണ്ട് പുറപ്പെടുവിച്ചതിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത്. അങ്ങനെയാണ് ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് 3 വർഷത്തെ അന്വേഷണത്തിന് ശേഷം സമർപ്പിക്കുന്നത്, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. പിന്നീട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഈ റിപ്പോർട്ട് വളരെ വിശദമായി തന്നെ പരിശോധിച്ചു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തന്നെ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനും കിഫ്ബി MDക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും എല്ലാം തന്നെ നോട്ടീസ് അയച്ച് വിശദാംശങ്ങൾ മറുപടി സത്യവാങ്മൂലമായി നൽകാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ സമർപ്പിച്ചില്ലെങ്കിൽ കൂടുതൽ ശക്തമായ ഒരു നടപടികൾ ഉണ്ടാകും. മാത്രമല്ല, എതിർപക്ഷത്തിന്റെ വാദങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരുമെന്ന് കൂടിയാണ് നോട്ടീസിൽ വളരെ വിശദമായി തന്നെ പറയുന്നത്. 2019 ജനുവരി 17 മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇത്തരത്തിൽ മസാല ബോണ്ട് പിരിക്കാനുള്ള ഒരു തീരുമാനം, മസാല ബോണ്ട് സമാഹരണത്തിനുള്ള ഒരു തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് കൃത്യമായി തന്നെയുള്ള ഒരു പങ്കാളിത്തം ഇതിലുണ്ട്. കിഫ്ബിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി അറിയാതെ ഈ കാര്യങ്ങൾ നടക്കില്ല. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം തീരുമാനമെടുക്കുന്നു. അതിനുശേഷം 2019 മാർച്ചിൽ മസാല ബോണ്ട് ഇറക്കി കിഫ്ബി 2150 കോടി രൂപയുടെ ധനസമാഹരണം നടത്തുന്നു. അത് പിന്നീട് വകമാറ്റി ചെലവഴിക്കുന്നു. റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ ഒരു പണവിനിയോഗമാണ് അതിൽ നടത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം കേന്ദ്ര സർക്കാരിനെ മറികടന്നുകൊണ്ട്, കേന്ദ്രത്തിന്റെ അധികാരങ്ങളെ മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. എന്നാൽ ആ പരിമിതികളെ വകവയ്ക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു. അതിന് പറഞ്ഞിരിക്കുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് കിഫ്ബിക്ക് പ്രത്യേക അധികാരങ്ങളുണ്ട്, കിഫ്ബി സ്വതന്ത്രമായ ഒരു ഏജൻസിയാണ്, അതുകൊണ്ട് തന്നെ കിഫ്ബിക്ക് എന്തും ചെയ്യാമെന്ന രീതിയിലുള്ള ഒരു മറുപടിയായിരുന്നു മുഖ്യമന്ത്രിയാണെങ്കിലും ഒപ്പം തന്നെ മുൻ ധനമന്ത്രിയാണെങ്കിലും എല്ലാം തന്നെ നൽകിയിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമാണ് കിഫ്ബിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് തന്നെ വ്യക്തമാക്കി തന്നെയാണ് ED അന്വേഷണം മുന്നോട്ട് പോയതും തുടർന്ന് റിപ്പോർട്ട് സമർപ്പിച്ചതും. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി തന്നെയുള്ള നോട്ടീസ് മുഖ്യമന്ത്രിക്ക് അടക്കം സമർപ്പിക്കുകയും ചെയ്യുന്നത്. 2021 ഇതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ആരംഭിച്ചു. ആദ്യം ഇക്കാര്യത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വിശദമായി തന്നെ CAG റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ ആദ്യം പുറത്തു വരുന്നത്. ഇങ്ങനെയൊരു ക്രമക്കേട് നടന്നിട്ടുണ്ട്, നിയമവിരുദ്ധമായ നീക്കങ്ങൾ അല്ലെങ്കിൽ ഫെമ ലംഘനത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായത് വളരെ വിശദമായി തന്നെ ഈ CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ആ CAG റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ കൂടി പരിശോധിച്ചായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർന്ന് അന്വേഷണത്തിലേക്ക് മുന്നോട്ട് പോയത്. ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ED നോട്ടീസിലെ കൂടുതൽ വിശദാംശങ്ങളാണ് പുറത്തു വന്നത്. 30 ദിവസത്തിനുള്ളിൽ മുഖ്യമന്ത്രി മറുപടി നൽകണമെന്നാണ് നോട്ടീസിലുള്ളത്. മറുപടി നൽകിയില്ലെങ്കിൽ എതിർകക്ഷിയുടെ സാന്നിധ്യത്തിൽ തീരുമാനമെടുക്കുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്.